അയ്യോ ഞാൻ ചാടക്കാരിയല്ല. ഞാൻ ചാടക്കാരിയല്ല. അത് വേറൊന്നും അല്ല. ഇപ്പം ചേട്ടൻ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ബാക്കി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കും. അപ്പം 2-3 തവണ ഞങ്ങൾക്ക് വാണിംഗ് തന്നു. പിന്നീട് ഞങ്ങളുടെ ഇതിൽ രൂക്ഷമായ നോട്ടം നോക്കും, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഹോസ്റ്റ് ചെയ്യാൻ പറയും. അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ വരുന്നവരെല്ലാം വിചാരിക്കും നമ്മൾ ജാട പേഴ്സൺസ് ആണെന്ന്. ഞാൻ ജാടക്കാരിയൊന്നുമല്ല, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. അയ്യോ ഞാൻ പാവമാണ്. എന്നെ പുറമെ എല്ലാരും വെറും പാവമാണെന്ന് മനസ്സിലാവുന്നു. ഞാൻ പാവമാണെന്ന് പറഞ്ഞു കണ്ടില്ലേ? ഉറക്കത്തിൽ മാത്രമേ ഉള്ളൂ. ഓഹോ, പാവമാണ്, ഞാൻ പാവമാണ്. ആദ്യമേ ചേച്ചിക്ക് ഞങ്ങളുടെ ഹരിയുടെ പേര് മാത്രമേ അറിയാവുള്ളായിരുന്നു. എന്റെ പേരും അറിയത്തില്ലായിരുന്നു, അണ്ണന്റെ പേരും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ ഏട്ടനോട് പറഞ്ഞു ആ കൊച്ചു ചാടക്കാരിയാണെന്ന്. ഏട്ടൻ പറഞ്ഞു നിനക്ക് തോന്നിയതാവും ആ കൊച്ചിന് പാവമാണെന്ന്. കാരണം ചേട്ടന് തന്നെ തോന്നി ഞാൻ പാവമാണെന്ന്. ഞാൻ പാവമാണ്, പാവമാണ്. ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് സംസാരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ എവിടെ. സത്യമാണ്. ചുമ്മാണ്. ക്യൂട്ട് ചേച്ചി. ഞാൻ ക്യൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം എന്റെ ഫേസ് ഫുള്ള് പിമ്പിൾസും കാര്യങ്ങളും ഒക്കെയാണ്. ക്യൂട്ടാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഞാൻ പാവമാണ്. ഹരിചേട്ടൻ അറിയൂ എന്റെ ഹസ്ബൻഡ്. ഞങ്ങളുടെ ലൈവ് വരും ഇടയ്ക്ക്, ഇഷ്ടമാണ് നിങ്ങളെയൊക്കെ. ഓക്കെ. ഹരി നിങ്ങളെ ലൈവിൽ വരുമ്പോഴത്തേക്ക്, നൈറ്റ് ലൈവ് വരുമ്പോഴത്തേക്ക് ചേട്ടനായിരിക്കും കൂടുതലും സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരും ബാക്കിൽ നിന്ന് ചൊറിയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറഞ്ഞ് ചൊറിയിരിക്കും. നമ്മൾ സംസാരിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും അവര് പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ പറയും മിണ്ടായിരിക്കും പറയും. കേട്ടിട്ട് അങ്ങോട്ട് അവസാനം ഇങ്ങനെ നോട്ടം നോക്കും, പിന്നെ ഞങ്ങളങ്ങ് ഒന്നും മിണ്ടത്തിലേക്ക് സൈലന്റ് ആവും. നമ്മളോട് ഇതെന്തിനാ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്? നീ ടീച്ചർ പഠിപ്പിക്കാനാ ഇരിക്കുന്നത്, സംസാരിക്കാണ്ടല്ലോ ഇരിക്കുന്നത് ഇവിടെ. ചില സമയത്ത് ആ കൊച്ചിനെ എനിക്ക് ട്രോളുന്നത്, അതുകൊണ്ടായിരിക്കും രൂക്ഷമായ നോട്ടം വരുന്നത്. അങ്ങനെ വിജയകരമായി ഞാൻ ഒരു കുപ്പി വെള്ളം കുടിച്ചു തീർത്തിരിക്കുകയാണ്. ലൈവിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അവൻ ചോറ് കഴിച്ചാൽ ഓ കഴിച്ചു. നേരത്തെ നേരെയാണ് ഞാനാണ് സാറ്. ഏട്ടൻ എന്നോട് പറയും നീ അടങ്ങിയിരിക്കും. ഇവിടെ നമ്മൾ തിരിച്ചാണ് കേട്ടാ. ഞാനും ഈ എല്ലാം കൂടെ കിടന്ന് ബാക്കി ഇരുന്നിട്ട് കമന്റ് കാണുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നമ്മളായിട്ട് എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ ഈ കൊച്ചിൻ്റെ എന്തെങ്കിലും പറയാം, അങ്ങനെ എന്തെങ്കിലും പറയും. അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നില്ല, അപ്പൊ നമ്മള് സൈലന്റ് ആവും. അപ്പൊ ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും മേ ബി ചേച്ചിയൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഞങ്ങളെ കണ്ടപ്പോ ജാടയായിട്ട്, എന്നെ കണ്ടപ്പോ ജാടയായിട്ട് തോന്നി. അപ്പൊ എല്ലാ ലൈവിലും ഉണ്ടല്ലേ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അറിഞ്ഞത് വളരെ വളരെ സന്തോഷം. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമാണ് എപ്പോഴും ഇറിറ്റേറ്റിംഗ് പേഴ്സൺ. അവിടെ വർക്ക് ചെയ്തതിന് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നന്ദിയുണ്ടേ. നമുക്കല്ല, മുതലാളി മാസാവസാനം ശമ്പളം തരത്തില്ലേ? നമുക്കെല്ലാം അറിയത്തില്ലല്ലേ. അപ്പൊ അത് 2 ദിവസത്തേക്കല്ലേ റെഡി, അത് തീരുമല്ലോ. കാര്യം ചെയ്യും, സ്വന്തമായിട്ടൊരു ഷോപ്പും ഇടും, അപ്പൊ മനസ്സിലാവും ആ ബുദ്ധിമുട്ട്. എനിക്കല്ലല്ലോ പരാതി, നിങ്ങൾക്കൊക്കെ അല്ലേ പരാതി. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ? എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കൊച്ചുണ്ട്, ഞാനുണ്ട്. ഭാര്യ മാത്രമേ മാത്രമില്ല. അതിന്റെ വിഷമമൊന്നുമില്ല കുട്ടിക്ക്, എന്നാലും ചെറിയൊരു ചെറുതായിട്ടൊരു സങ്കടം. പിന്നെ ചില സമയത്ത് ഓരോരുത്തരെ കേൾക്കാൻ പിന്നെ കല്യാണം കഴിക്കണം തോന്നുന്നു. ഞങ്ങളെ കണ്ടിട്ട് കെട്ടിക്കൂടെ? ഞങ്ങളെ കാണുമ്പോ കണക്കിട്ടെന്ന് വന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞത്, ചില സമയത്തെ കാര്യം പറഞ്ഞു. ഒരു പെണ്ണൊക്കെ വേണ്ടേ?